പറയുവാൻ എന്നിലെന്തു നീ കണ്ടേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപ ഒന്നു മാത്രം യേശുവേ. ഒരു യോഗ്യതയും പറയാനില്ലായേ, കൃപ ഒന്നു മാത്രം യേശുവേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 49 സങ്കീർത്തനം 16 വാക്യം. ഒരുത്തൻ ധനവാനായി തീർന്നാലും അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചാലും നീ ഭയപ്പെടരുത്. ലോകത്തിൽ ചിലർ വളരെ ധനികരായി വളരുന്നു. വലിയ വീടുകൾ, അധികാരം, പ്രശസ്തി എന്നിവ നേടുന്നു. എന്നാൽ ദൈവവചനം പറയുന്നു, അവരെ കണ്ട് ഭയപ്പെടേണ്ട. സമ്പത്ത് താൽക്കാലികമാണ്. മനുഷ്യൻ എത്ര ധനം സമ്പാദിച്ചാലും അത് അവനോടൊപ്പം നിത്യതയിലേക്ക് കൊണ്ടുപോകുവാൻ കഴിയുകയില്ല. ഭൂമിയിലെ ജീവിതം അവസാനിക്കുമ്പോൾ എല്ലാം ഇവിടെ തന്നെ വിട്ടുപോകണം. അതുകൊണ്ട് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നിത്യതയ്ക്കായി നാം ഒരുങ്ങണം. ദൈവത്തോടുള്ള ബന്ധമാണ് യഥാർത്ഥ സമ്പത്ത്. പ്രാർത്ഥന, വിശ്വാസം, വിശുദ്ധ ജീവിതം ഇവയാണ് നിത്യമായ നിക്ഷേപം. അസൂയയും ഭയവും ഒഴിവാക്കുക. മറ്റുള്ളവരുടെ വിജയവും സമ്പത്തും കണ്ട് ചിലപ്പോൾ മനുഷ്യൻ അസൂയപ്പെടുകയോ ഭയപ്പെടുകയോ ചെയ്യാം. എന്നാൽ വചനം ഓർമ്മിപ്പിക്കുന്നു, ഭയപ്പെടേണ്ട. കാരണം ദൈവം നമ്മുടെ ജീവിതം നോക്കി കരുതുന്നവനാണ്. പ്രിയമുള്ളവരെ, സമ്പത്തുണ്ടാക്കുന്നത് തെറ്റല്ല. എന്നാൽ സമ്പത്തിൽ ആശ്രയിക്കുന്നത് അപകടകരമാണ്. ദൈവത്തിൽ വിശ്വാസമുള്ള ജീവിതമാണ് നിത്യമായത്. മനുഷ്യമഹത്വം താൽക്കാലികം, എന്നാൽ ദൈവിക മഹത്വമാണ് ശാശ്വതം. അതുകൊണ്ട് മറ്റുള്ളവരുടെ സമ്പത്ത് കണ്ട് ഭയപ്പെടുകയോ അസൂയപ്പെടുകയോ വേണ്ട. ദൈവത്തിൽ ആശ്രയിച്ച് അവനിൽ വിശ്വാസമർപ്പിച്ച് ജീവിപ്പാം. അവൻ തന്നെ നമ്മുടെ യഥാർത്ഥ സമ്പത്തും സുരക്ഷയും ആയിത്തീരും. ലോക സമ്പത്ത് വരും പോകും. മനുഷ്യമഹത്വം ഉയരുകയും താഴുകയും ചെയ്യും. എന്നാൽ ദൈവത്തിലുള്ള ജീവിതം ശാശ്വതമാണ്. അതുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് അവനിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ച് ജീവിക്കാം. പ്രാർത്ഥിക്കാൻ. കർത്താവേ, നിന്നിൽ തന്നെ പൂർണ്ണമായി ആശ്രയിക്കുവാനും നിന്നിലുള്ള വിശ്വാസത്തിൽ നിലനിൽക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.